അർച്ചന ഇവിടുത്തെ എന്താലോചിച്ചോണ്ടിരിക്കോ? ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നില്ല. എന്റെ ദൈവമേ, ഇവിടുത്തെ എന്ത് ദിവസപ്നം കണ്ടോണ്ടിരിക്കുക. ഈ വിളിക്കുന്നതൊന്നും കേൾക്കുന്നില്ല ഇവള്. ആവോ, ആർക്കറിയാം. നീ അതിനെ വിളിച്ചുണർത്ത്, ഇല്ലെങ്കിലേ അങ്ങേര് ഇവളെ പൊരിച്ച് തട്ടും. അച്ചു, നീ എന്ത് ദിവസപ്നം കണ്ടോണ്ടിരിക്കുക? എന്താടി? നീ ഇവിടെ സ്വപ്നം കണ്ടോണ്ടിരുന്നോ? കൊറേ സമയം കൊണ്ട് അങ്ങേര് നിന്നെ നോക്കുക. മാത്രല്ല അങ്ങേര് നിന്നെ വിളിക്കുകയും ചെയ്തു. നീ ആണെങ്കിൽ അങ്ങേരെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുക ചെയ്തത്. ഏത് ലോകത്താടി നീ ഇരിക്കുന്നേ? അങ്ങേര് നിന്നെ വറചട്ടിയിലിട്ട് വറക്കാതിരുന്ന കൊള്ളാം. ദൈവമേ, അങ്ങേരെന്നെ വിളിച്ചായിരുന്നു. ഈശ്വര, ഇന്ന് ഇയാൾ എന്നെ കൊല്ല ചെയ്യും ഉറപ്പാ. അർച്ചന, നിനക്കെന്താ ചെവി കേൾക്കില്ലേ? നീ ഇത് ഏത് സ്വപ്ന ലോകത്തായിരിക്കുന്നത്? സോറി സർ, ഞാൻ അത് പിന്നെ എന്ത് ചോദിച്ചാലും ഒരു സോറി ഒരു 4 അക്ഷരം കണ്ടുവച്ചിട്ടുണ്ടല്ലോ പറയാനായിട്ട്. സർ, യു ഹാവ് എ മിസ്റ്റേക്കൻ. സോറിക്ക് 4 ലെറ്റേഴ്സ് അല്ല 5 എണ്ണം ഉണ്ട്. ഓ, നീ എന്നാ എന്നെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയതാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്, ഞാനിപ്പോ ചെയ്യുന്ന ജോലി നീ അങ്ങോട്ട് ചെയ്തോ. ഞാൻ എന്നിട്ട് നിന്റെ സീറ്റിൽ വന്നിരിക്കാം. എന്താ, മതിയോ? ഓഫ് കോഴ്സ്. സാറിനൊരു പ്രശ്നം ഇല്ലെങ്കിൽ ഐ ആം റെഡി. ഞാൻ എന്തായാലും സാറിനെക്കാട്ടിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യും. സാർ എന്നാ എന്റെ സീറ്റിൽ പോയിരുന്നു, ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം. എന്ത് ചോദിച്ചാലും ഈ തർക്കോത്തരത്തിന് മാത്രം ഒരു കുറവില്ല. ഗെറ്റ് ലോസ്റ്റ് ഓഫ് മൈ ക്ലാസ്. ഓ, ഉത്തരവ് പോലെ. സാറിന്റെ ക്ലാസ്സിലിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് പുറത്തു നിൽക്കുന്നത് തന്നെയാ. ഇഡിയറ്റ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി ആർക്കെങ്കിലും ഇതുപോലെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി പോകണം എന്നുണ്ടോ? ഓ, അയാളും അയാളുടെ ഒരു ക്ലാസ്സും അയാളുടെ ക്ലാസ്സും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കട്ടെ. ഓ എന്റെ ദൈവമേ, ഇയാളോടാണല്ലോ ഈശ്വര എനിക്കൊരല്പമെങ്കിലും ഒരു ഇഷ്ടം തോന്നിപ്പോയത്. ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് തോന്നുവാ. എന്തായാലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിനെടുത്ത പോർഷൻസ് ഒക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് നന്നായിട്ട് വായിച്ചൊക്കെ നോക്ക്. ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. ആൻഡ് ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരണ്ട. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരും. ആ പോക്ക് അത്ര പന്തിയല്ലല്ലോ. അതെ അതെ, എന്തോ വലുത് സംഭവിക്കാനിരിക്കുന്നു. തീർച്ചയായിട്ടും ആ പോയ കുർള എക്സ്പ്രസ് അച്ഛന്റെ നേർക്ക് തന്നെയാ. ഇനി ബാക്കിയുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. ഇങ്ങോട്ട് വാ. എന്റെ കൈ വേദനിക്കുന്നു. വിടടോ, നിങ്ങൾ എങ്ങോട്ട് എന്നെ വലിച്ചോണ്ട് പോകുന്നേ? വിടാനാ പറഞ്ഞത്. എടോ, താണിത് എന്നെ എങ്ങോട്ടാ വലിച്ചോണ്ട് ഈ പോകുന്നേ? വിട്ടാ, നിന്റെ കൈ വേദനിക്കുന്നു. എന്താ പ്രശ്നം? താൻ എന്തിന് എന്റെ കൈ ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്നേ? എന്താ പ്രശ്നമെന്നോ? ഞാൻ വന്ന സമയം മുതൽ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഉച്ചം കാട് തൊട്ട് ഉള്ളം തല വരെ നീ എന്നെ സ്കാൻ എടുക്കുമായിരുന്നല്ലോ. എന്താ നിന്റെ പ്രശ്നം? മാത്രല്ല, ഏത് ദിവലോകത്താ നീ ഇരിക്കുന്നേ? എന്താ പ്രശ്നം എന്നല്ലേ? പ്രേമം, അതായത് എനിക്ക് പ്രണയമാണെന്ന്. വാട്ട്? അതെന്താ പ്രൊഫസറെ, നിങ്ങളുടെ ചെവി അടിച്ചു പോയോ? നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് നിങ്ങളോട് അഗാധമായ പ്രണയമാണെന്ന്. എന്തേ, എന്റെ ഹസ്ബൻഡിനെ എനിക്ക് പ്രണയിക്കാൻ പാടില്ലേ മിസ്റ്റർ പ്രൊഫസർ? നിനക്ക് ശരിക്കും ഭ്രാന്താണ്. യെസ്, ഓഫ് കോഴ്സ്, ഐ ആം മാഡ് വിത്ത് ലവ് യു. നിന്നെ ഈ ഡ്രാമാറ്റിക് പരിപാടിക്ക് കൂടെ നിൽക്കാൻ എന്നെ കിട്ടത്തില്ല. പിന്നെ നിന്റെ ഈ അസുഖത്തിനുള്ള മരുന്ന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരെ വിട്ട് നിനക്ക് തന്നോളാം. ഷോ, പ്രൊഫസർ ഇതേ പിന്നെയും ഉടക്കാണല്ലോ. അതെ, നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയുന്നതൊക്കെ കൊള്ളാം, ആലോചിച്ചും കണ്ടും പറയണം. ഭാര്യ ഇഷ്ടപ്പെടുന്നത് ഭർത്താവിനെയാണെന്ന് ഓർക്കണം. ഇത് പോയി വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ നിങ്ങളെ വറചട്ടിയിലിട്ട് വറക്കും. അതിന്റെ ആവശ്യമുണ്ടോ? ഓ പൊല്ല്, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. ഞാനാണെങ്കിൽ അത് വിട്ടും പോയി. നിനക്ക് ഞാൻ കാണിച്ചു തരാടി. പ്രൊഫസർ, ഇവിടെ നിന്ന് കളി തുള്ളാതെ ക്ലാസ്സിലോട്ട് ചെല്ല്, അവിടെ എല്ലാരും അന്വേഷിക്കുന്നുണ്ടാവും. ഇനിയിപ്പോ ഇവളെ പറഞ്ഞതൊക്കെ സത്യമായിരിക്കോ? എന്റെ അടുത്തുള്ള വാശിയുടെ ഓർത്ത് പറഞ്ഞതാവും. ആയിരിക്കും. ദൈവമേ, പ്രൊഫസറിന്റെ അടുത്തുള്ള വാശിയുടെ പുറത്താ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്. എന്താ വിളിച്ചു പറഞ്ഞത് പോലും ഒരു ബോധവുമില്ല. പക്ഷെ ഞാൻ പോലും അറിയാതെ
എൻ്റെ ഉള്ളിൽ ഇപ്പോൾ എവിടെയോ പ്രൊഫസറിനോടൊരു ചെറിയ ഇഷ്ടം തോന്നുന്നുണ്ടോ? ഇതൊക്കെ ശരിയാവോ ഈശ്വര? ഭഗവാനെ, എന്നെ ഒരുപാടങ്ങ് പരീക്ഷിക്കല്ലേ. സാരം കേട്ടാ എന്തിനാ ഞങ്ങളെയൊക്കെ പിടിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറയേ. ഓ എന്റെ പൊന്നഞ്ജലി, നീ ഒന്ന് വെയിറ്റ് ചെയ്, അവരൊക്കെ കൂടെ ഒന്ന് വരട്ടെ. ചെറുക്ക, മര്യാദക്ക് വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയാൻ നോക്ക്. കൊറേ സമയം കൊണ്ട് നീ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുക. എന്തായതാന്ന് ചോദിച്ചിട്ട് ഊമക്കളി കളിക്കുവാണോ നീ? ഓ എന്റെ പൊന്ന് തളെ, ഒന്ന് അടങ്ങിയിരിക്കേ, ഞാൻ പറയാം. അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വരട്ടെ താഴേക്ക്. എന്താ ഏട്ടാ അർജുൻ്റെ ഏട്ട താഴേക്ക് വരണമെന്ന് പറഞ്ഞേ? എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓ ഇതവിടുന്നും പോയി. ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ താഴേക്ക് വരാൻ പാടുള്ളൂ എന്ന് വല്ലതും ഉണ്ടോ? അല്ല, അവനെവിടെ? ഏയ്, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇപ്പൊ വരും സംഗീതേട്ടൻ. ആ ദേ അവനും എത്തിയല്ലോ. ഇനി നീ കാര്യം എന്താന്ന് വെച്ചാ പറയൂ. കാര്യം പ്രത്യേകിച്ചൊന്നും അല്ല. കുറച്ച് ദിവസമായില്ലേ നമ്മളെല്ലാരും ഇതുപോലെ ഒരുമിച്ചിരുന്നിട്ട്. സോ ഈ സായാഹ്നവേള നമുക്കൊന്ന് ആഘോഷിച്ചാലോ? ആഘോഷിക്കാനോ? എന്താഘോഷിക്കാൻ? മോൻ എന്താ ഉദ്ദേശിക്കുന്നേ? അത് പിന്നെ വേറൊന്നുമല്ല അച്ഛാ. നമ്മള് കുറെ സ്ഥലത്തൊക്കെ പോയി അത് വിസിറ്റ് ചെയ്ത് അവിടുത്തെ എക്സ്പീരിയൻസ്, പിന്നെ അതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത കുറേ അച്ചീവ്മെൻറ്റ്സിൻ്റെ ആ ഒരു എക്സ്പീരിയൻസസ്, പിന്നെ ചിലപ്പോൾ നമ്മൾ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ എക്സ്പീരിയൻസ് ആകാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ആയിട്ട് കുറേ കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉറങ്ങിക്കിടപ്പുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പ്രസൻറ്റേഷൻ ചെയ്ത ആ ഏതെങ്കിലും ഒരു പെർഫോമൻസിനെ പറ്റിയുള്ള എക്സ്പീരിയൻസോ, അല്ലെങ്കിൽ ഈ പാട്ട് പാടാനുള്ള കഴിവോ ഡാൻസ് ചെയ്യാനുള്ള കഴിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ, ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആരോടെങ്കിലും ക്രഷ് തോന്നുകയോ, അതല്ലെങ്കിൽ പ്രപ്പോസൽസ് കിട്ടുകയോ, അല്ലെങ്കിൽ പ്രപ്പോസൽ ചെയ്യണമെന്ന് തോന്നുകയോ, പ്രപ്പോസ് ചെയ്യുകയോ, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അതൊക്കെ നമ്മൾ എല്ലാവരുമായിട്ട് എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതാണ് ഞാനിപ്പോൾ എല്ലാവരെയും ഇവിടെ വിളിച്ചു കൂട്ടിയതിൻ്റെ ഉദ്ദേശം. എനിക്ക് അപ്പോഴേ തോന്നി ഇതുപോലെ എന്തെങ്കിലും ഉടായ്പായിട്ടുള്ള കാര്യം കൊണ്ടായിരിക്കും ഇവൻ ഇങ്ങോട്ട് വന്നതെന്ന്. കുട്ടിക്കളി മാറാത്ത ചെറുക്കനെ പിടിച്ച് കെട്ടിച്ച ഇങ്ങനെ ഇരിക്കും. ഓ എൻ്റെ മാതാവേ, ഒന്ന് സഹകരിക്കൂ പ്ലീസ്. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഇതുപോലെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് വരാമെന്ന് നിങ്ങൾ വല്ല നേർച്ചയിട്ടിട്ടുണ്ടോ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ചെറുക്ക, നീ എന്റെ വായിന്ന് വല്ലതും കേൾക്കാൻ നിൽക്കരുത് കേട്ടോ. ഓ എൻ്റെ സംഗീതേച്ചി, അതൊന്ന് വിട്. അല്ല മോൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇപ്പോൾ ഞങ്ങളൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറയണമെന്നാണോ? യെസ്, രാധമ്മ ഈസ് കറക്റ്റ്. കണ്ട് പഠിക്ക് സംഗീതം മാഡം. എൻ്റെ രാധമ്മയ്ക്ക് എല്ലാം മനസ്സിലായി. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾ പറയുമ്പോൾ അത് നമുക്കും കൂടെ അറിയാൻ പറ്റുമല്ലോ. സോ അതൊരു നല്ലൊരു അനുഭവം തന്നെയല്ലേ? ആ അത് നീ പറഞ്ഞത് ശരിയാ. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് തുടങ്ങാം. എൻ്റെ പ്രീ ഡിഗ്രി കാലഘട്ടം, കോളേജ് കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മനോഹരമായൊരു കാലഘട്ടമാണല്ലോ. സോ ആ സമയത്ത് എനിക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. അവളുടെ പേര് പാർവതി എന്നാ. അവള് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഒരു സ്കൂൾ കലോത്സവത്തിൽ വെച്ചാ. അവൾ ഈ നൃത്താഭ്യസിക്കാൻ പോകുന്നതിന് മുമ്പുള്ള വേഷവിധാനമൊക്കെ ഇട്ട് വളരെ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ കണ്ണുകൾ കണ്ട ശരിക്കും പറഞ്ഞ ഞാൻ അടിതെറ്റി വീണത്. ഇന്നേ വരെ ഞാൻ അങ്ങനെ ഒരു വ്യക്തി ആ കോളേജിൽ കണ്ടിട്ട് പോലുമില്ല. ഇതിലെ ഏറ്റവും വലിയൊരു രസമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ക്ലാസ്സിന്റെ തൊട്ടടുത്ത ക്ലാസ്സിലാണ് അവളുടെ ക്ലാസ്. പക്ഷെ ഞാൻ അവളെ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും തോന്നിയൊരു പ്രണയമായിരുന്നു പാറു. പക്ഷേ ഞാൻ ഇഷ്ടം പറയാൻ പോയപ്പോഴേക്കും വൈകിപ്പോയി ഒരുപാട്. അവളോട് ഇഷ്ടം പറയണമെന്നൊക്കെ കരുതി വളരെയധികം ഈ സ്ക്രിപ്റ്റൊക്കെ റൈറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ പ്രപ്പോസ് ചെയ്യാനൊക്കെ പോയതാ. പക്ഷേ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ പോയതിൻ്റെ 3-ാമത്തെ ദിവസം പുള്ളിക്കാരിയുടെ കല്യാണമായിരുന്നു. അടിപൊളി. യോഗ ഇല്ല അവിടെയേ പായ വിരിക്കാൻ. ആ സിറ്റുവേഷൻ ആയിരുന്നല്ലേ? പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പറൂണ്ട് പിന്നാലെ നടന്നപ്പോ ഇവിടെ ഒരാൾ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഗ്യാസ് കുറ്റി കണക്കെ നിൽക്കുന്നത് ശ്രദ്ധിച്ചില്ലായിരുന്നല്ലേ? ഓഹോ, അപ്പോ ഇതായിരുന്നല്ലേ നിങ്ങളുടെ മനസ്സില്? ആഹാ, ഇതുകൊണ്ടാണല്ലേ നിങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞത് നമുക്കൊരു പെൺകുഞ്ഞാണ് ജനിക്കുന്നെങ്കിൽ പാർവതിന്ന് പേരിടാന്ന് അല്ലേ? നിങ്ങളുടെ പഴയ കാമുകിയുടെ പേരിടാന്നായിരുന്നല്ലേ ഉദ്ദേശിച്ചിരുന്നത്? എന്തോ ഭാഗ്യത്തിന് എനിക്ക് 2 ആമക്കളെ കിട്ടിയത് നന്നായി.
നിങ്ങൾ റൂമിലേക്ക് വാ, നിങ്ങൾക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട്. അയ്യോ എന്റെ പാറു, അയ്യോ എന്റെ സംഗീതം അങ്ങനെയൊന്നും അല്ല. നീ ഇതൊന്നും വലിയ വിഷയാക്കരുത്. എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതല്ലേ ഉള്ളൂ. നീ ആ ഒരു ഫ്ലോക്ക് അങ്ങ് വിട്ടുകളാ. മിണ്ടരുത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്. ഓ, ഈ എല്ലാത്തിനും കാരണം ഈ ഒറ്റ ഒരുത്തിനാ. എന്നിട്ട് നിന്ന് കിണിച്ചോണ്ടിരിക്കുന്നില്ലേ? ഓ, ഞാനെന്ത് ചെയ്തിട്ടാ? അല്ലേ ഇപ്പൊ കുറ്റം മുഴുവൻ എന്റെ തലക്കായോ? സംഗീതേച്ചി അത് വിട്ടേക്ക്. കോളേജ് കാലഘട്ടമൊക്കെ ആവുമ്പോ എല്ലായിടത്തും ഇതുപോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. ആ കാര്യം അങ്ങ് വിട്ടേക്ക്. അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ. ആലോചിക്കാം ഈ കാര്യം ഇവിടെ വെച്ച് വിട്ടുകളയണോ വേണ്ടയോ എന്നൊക്കെ. ഇനി അടുത്തത് മാധവൻ അങ്കിള്. അങ്കിളുടെ എക്സ്പീരിയൻസ് പറയും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അനുഭവം ഒന്നും ഇല്ലടാ മോനെ. പിന്നെ എൻ്റെ പഠിക്കുന്ന സമയത്തുള്ളൊരു എക്സ്പീരിയൻസ് ചോദിച്ചാൽ ഒരു മാത്സ് അവർ, അതായത് ഈ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള പീരീഡൊക്കെ വരുന്ന സമയത്ത് നല്ല ഉറക്കം വരുമല്ലോ, അതുപോലൊരു സമയം. ആ ടൈമിന് ഒരു മാത്സ് പീരീഡായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ക്ലാസ്. ഞാൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ടീച്ചർ അവസാനം വന്ന് എന്നെ പോക്കി. പിന്നെ എല്ലാവരുടെ മുന്നേ വെച്ച് നാണം കെടുത്തി പിടിച്ച് വെളിയിൽ ഇറക്കി വിട്ടിരുന്നു. ഞാൻ അവിടെ നിന്ന് ഉറങ്ങുകയും ചെയ്തു. അത് പ്രിൻസിപ്പൾ കണ്ടു. ലാസ്റ്റ് എന്താ, വീട്ടിൽ നിന്ന് പാരന്റിനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറിയാതി എന്ന് പറഞ്ഞു. അടിപൊളി. എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ട് കിച്ചണിൽ കയറിയ സമയത്ത് അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞു ഞാനായിരുന്നു ദോശ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബിൽഡപ്പ് ഇട്ട് നിന്നതായിരുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം ദോശമാവ് തട്ടിപ്പറിച്ച് ദോശക്കല്ലിൽ ദോശ കോരി ഒഴിച്ചു. ദോശ കോരി ഒഴിക്കാൻ മാത്രമേ എനിക്കറിയായിരുന്നുള്ളൂ. അത് മറച്ചിടണമെന്നുള്ള കേസിനെ പറ്റി എനിക്കറിയില്ലായിരുന്നു. ലാസ്റ്റ് എന്ത് ചെയ്യാനാ, എൻ്റെ ദോശ കരിഞ്ഞു പോയി. അമ്മ എന്നെ ആ കരിഞ്ഞ ദോശ അന്ന് മുഴുവൻ തീറ്റിച്ചു. രാധിക ദോശ ഉണ്ടാക്കിയപ്പോഴാ ഇങ്ങനെ പറ്റിയതെങ്കിലേ ഞാൻ പുട്ടുണ്ടാക്കിയപ്പോഴാ എനിക്ക് ഇതുപോലത്തെ ഒരു അബദ്ധം പറ്റിയത്. വേറൊന്നുമല്ല, പുട്ടും കുറ്റിയിൽ ചില്ലിടാൻ മറന്നുപോയി. പുട്ടിലുള്ള മാവ് ഇങ്ങനെ കോരി ഇട്ടോണ്ടേയിരുന്നു. ലാസ്റ്റ് ഇതെന്താ ആകാത്തെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാ കുടത്തിനകത്തായിരുന്നു ഞാൻ ഇട്ട മാവ് അത്രയും വീണതെന്ന് മനസ്സിലാക്കിയത്. ഇതെന്താ കിച്ചൺ അപാരതയോ? ഇനി ഞാൻ എന്റെ അനുഭവം പറയാം. പ്രത്യേകിച്ചൊന്നുമല്ല, എനിക്ക് എങ്ങനെയാ സാരംഗേട്ടനെ ഇഷ്ടായി എന്നുള്ളതാ. എന്ത് ചെയ്യാനാ, അതിലിപ്പോ ഞാൻ ഖേദിക്കുന്നുണ്ട്. അന്ന് പഠിക്കുന്ന സമയത്ത് സാരംഗേട്ടനെ കാണാൻ അത്യാവശ്യം ഗ്ലാമറൊക്കെ ആയിരുന്നു. ഫ്രണ്ട്സിന്റെ ഇടയിൽ മൊത്തം സാരംഗേട്ടനെ പറ്റി തന്നെയായിരുന്നു സംസാരം. അങ്ങനെ ഇഷ്ടപ്പെട്ടു പോയത് ഏതോ ഒരു നിമിഷത്തിൽ. ഇപ്പൊ എനിക്കത് വേണ്ടായിരുന്നു തോന്നുവാ. ആഹാ, എനിക്കെന്താ കുഴപ്പം? നിങ്ങൾക്കേ ഒരു പിരി പോയി കിടക്കുക, അത് തന്നെയാ കുഴപ്പം. മോളാ പറഞ്ഞത് സത്യം. ഓ, അമ്മായിയമ്മയും മരുമോളും ഒറ്റ കേട്ടാ. ഇനി സംഗീത് പറ, നിനക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നീ പിന്നെ പഠിച്ചതൊന്നും ഇവിടെയൊന്നും അല്ലല്ലോ, അതുകൊണ്ട് കുറെ കാമുകിമാരൊക്കെ നിന്റെ പുറകെ ഉണ്ടായിരുന്നിട്ടുണ്ടാവുമല്ലോ. നിനക്കാരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്കാരോടും ക്രഷ് ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിന് എനിക്ക് കുറെ പ്രപ്പോസൽസ് കിട്ടിയിട്ടുണ്ട്. മാത്രല്ല യുഎസില് അവിടുത്തെ കോളേജിൽ വർക്ക് ചെയ്യുന്ന ടൈമിലും കുറെ സ്റ്റുഡൻസ് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഓ, അപ്പൊ നിനക്ക് ആരോടും ക്രഷ് തോന്നിയിട്ടില്ലേ? എനിക്കങ്ങനെ ക്രഷ് ഒന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. പക്ഷേ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ക്രഷാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. ദൈവമേ, ഈ കാട്ടുമാക്കാൻ ഇനി വല്ല ഇഷ്ടം ഉണ്ടാവോ ആരോടെങ്കിലും? ഈശ്വരാ, എന്റെ ജീവിതം വഴിയാധാരമായോ? അതെന്താടാ? ആരോടാണ്? ഞങ്ങളോടും കൂടെ ഒന്ന് പറ. ഏയ്, അതൊന്നുമില്ല, അത് വിട്ടേക്ക്. അത് ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ, അത്രേ ഉള്ളൂ. ഓ, അല്ലെങ്കിലും നിന്റെ അടുത്ത് നിന്ന് ഇതൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. എത്ര ചോദിച്ചാലും നീ പറയാൻ പോകുന്നില്ല. നെക്സ്റ്റ് ആരാ പറയാൻ പോകുന്നത്? അച്ചു പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഇനി അച്ചുവിന്റെ അനുഭവം പറയേ. അത് പിന്നെ ഏട്ടാ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് അനുഭവമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ ഈ ഒരു ഗെയിമിന്റെ രസം പോയില്ലേ? ശരി, നിനക്ക് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു പാട്ട് പാട്. ബെസ്റ്റ്. ഇവളുടെ ഒരു പാട്ട് കേട്ടതിന്റെ ക്ഷീണം ഇതുവരെയും തീർന്നിട്ടില്ല. നിലാമലരെ നിലാമലരെ
നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി. വാവ്, സബാഷ്. മാമ എന്തായി കേക്കണേ? അപ്പൊ കുട്ടിക്ക് കുട്ടിയുടെ കഴിവ് തെളിയിക്കാനും അറിയാം ഇല്ലേ? അപ്പോ എല്ലാവരുടെയും ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഞാനല്ലേ ലാസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ കഴിവങ്ങ് പ്രകടിപ്പിക്കാം. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി. ഇനി നീ മുന്നോട്ടൊരക്ഷരം പാടിയാൽ നിന്റെ കവിള് ചുമക്കുന്നത് എന്റെ പ്രഹരമേറ്റിട്ടായിരിക്കും. ഒന്നിന്റെ കുറവ് അവൻ അല്ലേലും ഉണ്ടായിരുന്നു. ആ, അങ്ങനെ പറയാൻ പാടില്ല. ബ്ലഡി ഗ്രാമവാസി തന്ത. മതി മതി, ഈ ഗെയിമൊക്കെ ഇവിടെ വെച്ച് നിർത്തിയിട്ട് അവരവരുടെ കാര്യങ്ങൾ എല്ലാവരും പോയി ചെയ്യാൻ നോക്ക്. മാധവേട്ടൻ ആ പറഞ്ഞ കാര്യം ശരിയാ. ഈ ഗെയിം ഇവിടെ വെച്ച് നിർത്തിയില്ലെങ്കിൽ മുന്നോട്ട് ഇനി കളിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുണ്ടാകാനാണ് സാധ്യത. അതിനേക്കാളും നല്ലത് എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോകുന്നതാ. ഓയ് പ്രൊഫസർ, ഒന്നവിടെ നിൽക്ക്. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്താ? എനിക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നൊന്നും അറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് മുഴുവനായിട്ട് പ്രൊഫസർ കേൾക്കണം. കേട്ടേ പറ്റൂ. ബിക്കോസ് ഇത് ലൈഫാണ്. മതി, ഇത്രയും നാളും കളിച്ച ടോം ആൻഡ് ജെറിയൊക്കെ മതി. ഇനി ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് രണ്ടുപേർക്കും ഓരോ ലൈഫുണ്ട്. നമ്മളത് വേസ്റ്റ് ആക്കുക ഇപ്പം ചെയ്യുന്നത്. നീ എന്തൊക്കെയാ പറയുന്നേ? പ്രൊഫസറെ, ഞാൻ പറയുന്നതൊന്ന് മുഴുവനായിട്ട് കേൾക്ക്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ റിപ്ലൈ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഇപ്പം ഞാനൊന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കിക്കോട്ടെ പ്ലീസ്. ഇത് നമ്മുടെ രണ്ടുപേരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. തമാശയല്ല ഞാൻ ഈ പറയുന്നത്. മതി, വീട്ടുകാരെയൊക്കെ മണ്ടം വരാക്കിയത് മതി. എനിക്കോ നിങ്ങൾക്കോ ഇഷ്ടപ്പെടാതെയാണ് ഈ വിവാഹം കഴിച്ചതെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷേ ഇനിയും എന്നെക്കൊണ്ട് വയ്യ ഇത് കണ്ടിന്യൂ ചെയ്തിങ്ങനെ പോകാൻ. അതുകൊണ്ടാണ്. ഞാനൊരു പെണ്ണാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനപ്പുറം ഞാനൊരു ഭാര്യയാണ്. എൻ്റെ ഉള്ളിലുണ്ട് ഫീലിങ്സ് പലതും. ഞാൻ അറിയാതെ എപ്പോഴൊക്കെയോ നിങ്ങളെ സ്നേഹിച്ചു പോവാം. ഞാൻ അറിയാതെ എപ്പോഴും എന്നിൽ നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള അധികാരം ഉണർന്നു പോവുക. നിങ്ങളെ സംരക്ഷിക്കണമെന്ന് തോന്നുക, ഉത്തരവാദിത്തം കാണിക്കണമെന്ന് തോന്നുക. അങ്ങനെ പലതും എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. അർച്ചന, പ്ലീസ് ഡോണ്ട് ക്രൈ. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ എനിക്കറിയാം നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വീട്ടുകാരെ കാണിക്കാനുള്ള ഒരു ഡ്രാമാറ്റിക് പരിപാടിയാണെന്ന്. ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല. ബട്ട് തൽക്കാലം ഇപ്പൊ ഇങ്ങനെ പിടിച്ചു നിന്നേ പറ്റൂ. നിങ്ങൾക്ക് ഇതൊക്കെ എന്നോട് എങ്ങനെ പറയാൻ കഴിയുന്നു? എൻ്റെ ദൗർബല്യത്തെ ചോദ്യം ചെയ്യരുത് സംഗീതട്ട. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായി ഇതൊക്കെ. ഇനി എന്നെക്കൊണ്ട് വയ്യ. ഞാൻ ഈശ്വരന്മാരിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഈശ്വരന്മാരായിട്ട് എനിക്ക് തന്ന ജീവിതമാണ് നിങ്ങളുടേത്. നിങ്ങൾക്ക് എന്നോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ചൂടെ? ഞാനിപ്പോൾ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നോ വേ. എനിക്ക് നിന്നെ ഭാര്യയായിട്ട് പോയിട്ട് ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ട് പോലും സങ്കല്പിക്കാനേ കഴിയില്ല. പിന്നെയാണ് നിന്നെ സ്നേഹിക്കാൻ. നിങ്ങൾ എന്താ ഇങ്ങനെ? നിങ്ങൾ മനുഷ്യൻ തന്നെയാണോ? ഇത്രയും ക്രൂരമായിട്ട് എന്നോട് ഇങ്ങനെ പെരുമാറരുത് പ്ലീസ്. അതെ, ഞാൻ ക്രൂരൻ തന്നെയാ. ഞാൻ എവിടെയും അല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സി അർച്ചന, നീ ഒരു കാര്യം മറന്നു പോകുന്നു. ഐ ആം യുവർ പ്രൊഫസർ ആൻഡ് യു ആർ മൈ സ്റ്റുഡന്റ്. നമ്മൾ തമ്മിൽ ആ ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ. അത് എപ്പോഴും ഓർത്താൻ നല്ലത്. പിന്നെ ഞാൻ നമ്മുടെ വിവാഹം നടക്കുന്നതിന് മുന്നേ പറഞ്ഞതാ,
ഇതോർത്ത് നീ ഫ്യൂച്ചറിൽ ദുഃഖിക്കേണ്ടി വരുമെന്ന്. അന്ന് നീ ഇത് കാര്യമാക്കിയില്ല. നിനക്ക് അന്ന് ഈസി ആയിട്ട് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ താനത് ചെയ്തില്ലല്ലോ. ഇപ്പൊ ദുഃഖിക്കുന്നതും താൻ തന്നെയാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. തൽക്കാലം ഈ ഒരു നാടകം കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ഒരു 6 months. അത് കഴിയുമ്പോ നമുക്കൊരു മ്യൂച്വൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. എന്താ നിങ്ങളിപ്പോ പറഞ്ഞേ? ഡിവോഴ്സ് എന്നോ? എങ്ങനെ ഇതൊക്കെ എന്നോട് പറയാൻ തോന്നുന്നു? ശരിയാ, നിങ്ങൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ ചങ്ക് കുത്തി പറിക്കുന്ന രീതിയിൽ പറയരുത് പ്ലീസ്. നിങ്ങൾ പറഞ്ഞതാ ശരി. യു ആർ മൈ പ്രൊഫസർ. ഐ ആം യുവർ സ്റ്റുഡൻറ്. ഐ ആം സോറി സർ. പിന്നെ പ്രൊഫസർ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണത്തിൽ നിന്ന് മാറി ഭർത്താവിൻ്റെ അരികിലേക്കാകുമ്പോൾ അവൾക്കൊരു വിശ്വാസമുണ്ട്. അവളുടെ ഭർത്താവ് അവളെ ജീവൻ കൊടുത്താണെങ്കിലും സംരക്ഷിക്കുമെന്നത്. അതൊരുറപ്പാണ്. അതുപോലെ അവളും തിരിച്ച് അയാളെ 100-10 മടങ്ങ് സ്നേഹിക്കും, സംരക്ഷിക്കും, വിശ്വസിക്കും. അവളുടെ നെറുകയിലെ സിന്ദൂരം, കഴുത്തിലെ താലി, ജീവനറ്റ് പോകുന്നവരെ ഉള്ളം കൈ കൊണ്ട് നടക്കും. അത് എന്നെ പോലെ ഓരോ സ്ത്രീയുടെ വിശ്വാസം. ആ വിശ്വാസം ഇപ്പൊ തകർന്നടിച്ചത്. സോറി, ഞാൻ ഫിലോസഫി പറയാണെന്ന് കരുതരുത്. തീർന്നു. എൻ്റെ ഉള്ളിൽ മുള പൊട്ടിയ ഇഷ്ടം ഞാൻ ഇവിടെ വച്ച് നിർത്തി. ഇനിയില്ല. ഇനി ഞാനൊന്നും പറഞ്ഞ് പ്രൊഫസറെ ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ യു ആർ മൈ പ്രൊഫസർ. നിങ്ങൾ പറഞ്ഞ പോലെ 6 മാസത്തേക്ക് ഈ നാടകം കണ്ടിന്യൂ ചെയ്യും. ബൈ, ഗുഡ് നൈറ്റ്. അർച്ചന, താൻ ഇമോഷണൽ ആവാൻ വേണ്ടി ഞാൻ പറഞ്ഞതൊന്നുമല്ല. ഇറ്റ്സ് എ ട്രൂത്ത്. ഇത് പറയാതിരുന്നാലും ശരിയാകില്ലല്ലോ. താൻ കരയണ്ട. ഇറ്റ്സ് ഓക്കെ സർ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വല്ലാണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തത്. ഐ എം റിയലി സോറി. സർ കിടന്നോളൂ. എനിക്കൊന്ന് കിടക്കണം. നല്ല തലവേദന. ഞാനിന്ന് എൻ്റെ റൂമിലാണ് കിടക്കുന്നത്. ഓക്കെ പ്രൊഫസർ, ഗുഡ് നൈറ്റ്. ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്നാ തോന്നുന്നത്. അത്രയും പറയണ്ടായിരുന്നു. അവള് നല്ലപോലെ വിഷമിച്ചിട്ടുണ്ട്. അവളോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. ഗോഡ്, എന്തെങ്കിലും ആവട്ടെ.